കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, അതുപോലെ തന്നെ ബെല്ലൈക്കണും നിൽക്കും, ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യണം. നമ്മളിന്ന് പറയാൻ പോകുന്ന വിഷയം, നമ്മളിപ്പോൾ ഉള്ളത് എയർപോർട്ടിലാണ്. അപ്പോൾ എയർപോർട്ടിലേക്ക് വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതും ഡൊമസ്റ്റിക് യാത്ര നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് കേട്ടോ. ഓൾറെഡി നമ്മൾ കൺഫേം ടിക്കറ്റ് എടുത്തിട്ടാണല്ലോ നമ്മൾ ഫ്ലൈറ്റിന് യാത്ര ചെയ്യുക. ട്രെയിനിൻ്റെ പോലെ വെയിറ്റിംഗ് ലിസ്റ്റോ സംഭവങ്ങളൊന്നുമില്ല, കൺഫേം ടിക്കറ്റുകൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ യാത്രയ്ക്ക് ഒരുങ്ങുന്ന സമയത്ത് തന്നെ രണ്ട് രീതിയിലുള്ള ലഗേജ് മാനേജ്മെൻറ്റ് നമ്മൾ ചെയ്യണം. ഒന്ന് ഹാൻഡ് ബാഗും മറ്റൊന്ന് ചെക്ക് ഇൻ ബാഗും. അതായത് നമ്മളെ കയ്യിലുള്ള മാൻഡേറ്ററി ആയിട്ടുള്ള ഐറ്റംസ്, നമ്മളെ മൊബൈൽ ഫോണ്, അതുപോലെ തന്നെ ചാർജർ, പവർ ബാങ്ക്, ഇലക്ട്രോണിക് ഐറ്റംസ്, ഈ സംഭവങ്ങൾ, അതുപോലെ തന്നെ നമ്മളെ ഈറ്റബിൾ ഐറ്റംസ്, ഫുഡ് കഴിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മളെ ഹാൻഡ് ബാഗിലാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. ഓക്കെ, അതായത് നമ്മൾ ഡെയിലി യൂസിലുള്ള സംഭവങ്ങളാണെന്നുണ്ടെങ്കിൽ, നമ്മൾ പാക്ക് ചെയ്തിട്ട് ഒരാൾക്ക് ഗിഫ്റ്റ് കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെക്ക് ഇൻ ബാഗിലാണ് കൊണ്ടുപോകുക. പക്ഷേ മെയിൻലി നമ്മുടെ പവർ ബാങ്ക്, ചാർജർ തുടങ്ങിയ ഇലക്ട്രോണിക് ഐറ്റംസൊക്കെ നമ്മളെ ഹാൻഡ് ബാഗിലാണ് ഈ സാധനം വെക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എയർപോർട്ടിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് രണ്ട് ബാഗിലായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യുക. പിന്നെ നോർമൽ കേസിൽ ഡൊമസ്റ്റിക് യാത്രയുമായി ബന്ധപ്പെട്ടാണ് പ്രധാനപ്പെട്ട ഒരു പറയുന്നത്. ഡൊമസ്റ്റിക് യാത്ര ചെയ്യുന്ന സമയത്ത് 7 കിലോ ആയിരിക്കും നമുക്ക് നോർമലി ഹാൻഡ് ബാഗിനുള്ള ലഗേജ് പെർമിറ്റ് ചെയ്യാം. പിന്നെ 15 കിലോ നമുക്ക് ചെക്ക് ഇൻ ബാഗ്, അതായത് നമ്മളെ ബാഗേജ് ആയിട്ടും നമുക്ക് ടോട്ടൽ 22 കിലോ നമുക്ക് കൊണ്ടുപോകാം. അത് 7 കിലോ നമ്മൾ ഫ്ലൈറ്റിൻ്റെ അകത്തേക്ക് നമ്മളെ കയ്യിൽ കൊണ്ടുപോകാൻ പറ്റും. ബാക്കി 15 കിലോ വരുന്നത് നമ്മൾ ചെക്ക് ഇൻ ബാഗിൽ, അതായത് ഫ്ലൈറ്റിൻ്റെ നമ്മളെ കൂടെ ഉണ്ടാവില്ല. നമ്മൾ മറ്റേ എയർപോർട്ട്, നമ്മൾ ഏത് എയർപോർട്ടിലേക്കാണ് പോകുന്നത്, കൊച്ചിയിലുള്ളത്, കൊച്ചിൻ ഡൽഹിക്കാണ് പോകുന്നതെങ്കിൽ ഡൽഹി എത്തിയതിന് ശേഷമാണ് ആ ലഗേജ് കിട്ടുക. അങ്ങനത്തെ ലഗേജ് എന്ത് ചെയ്യണം, ഞാൻ എങ്ങനെയും വ്യക്തമായി പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൈറ്റിൽ ഇതുവരെ യാത്ര ചെയ്യാത്ത ആളുകൾക്ക് നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അല്ലാത്ത ആളുകൾ ഇത് കേൾക്കണമെന്നില്ല, തന്നെ ജസ്റ്റ് ഇന്ന് സ്കിപ്പ് ചെയ്ത് പോയാൽ മതി. അപ്പോൾ അതാണ് സംഭവം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇലക്ട്രോണിക് ഐറ്റംസും സാധനങ്ങളൊന്നും നമ്മൾ വലിയ, അതായത് 15 കിലോൻ്റെ അകത്തുണ്ടാകാൻ പാടില്ല, ബാക്കിയൊക്കെ ഇതിലുണ്ടാകാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ലിക്വിഡ് ഐറ്റംസ്, സ്പ്രേ, അത്തരത്തിലുള്ള പെർഫ്യൂം സംഭവങ്ങളൊന്നും ഒരു വിധത്തിൽ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ചെക്ക് ഇൻ ബാഗിൽ തന്നെ ഇടുക. ഇനി അതിൽ പോകാത്ത നമുക്ക് ഡെയിലി യൂസിന് വേണ്ട സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യുക, നമ്മളെ ഹാൻഡ് ബാഗിൽ അത് പെർമിറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ യാതൊരു കാരണവശാലും സിഗരറ്റ്, പാൻ പരാഗ്, തമ്പാക്കു, ഇതൊക്കെ നമ്മളെ കൗണ്ടറിൽ നിൽക്കുന്ന ആളുകൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും, ഈവൻ ഞാൻ ഇപ്പോൾ കൊച്ചിയിലാണുള്ളത്, അവിടെ പോലീസുമാരായിട്ടുള്ള നോർത്ത് ഇന്ത്യക്കാർ അത് യൂസ് ചെയ്യുന്നുണ്ട്, ഞാൻ കണ്ടുകൊണ്ട് കണ്ടതാണ്. അപ്പോൾ അവരത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് എയർപോർട്ടിൻ്റെ അകത്തേക്ക് അത് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, തമ്പാക്കു, സിഗരറ്റ് അങ്ങനത്തെ യൂസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും നിങ്ങളെ അത് കൊണ്ടുപോകാതിരിക്കുക, അത് ഒഴിവാക്കുക. ഇനി അത് ശീലമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് നേരെ എന്ത് ചെയ്യുക, അത് നിങ്ങളെ ബാഗേജിൽ വിടുക, പാക്ക് ചെയ്തിട്ട്. മറ്റൊന്ന് വെച്ചാൽ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ നിന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഫൈന് കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമ്മൾ ഈ ഹാൻഡ്സ് അങ്ങനത്തെ എന്ത് സാധനങ്ങളാണെന്നുണ്ടെങ്കിലും അത് ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോകാതിരിക്കുക. ഓക്കെ, പിന്നെ മോർ ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ എയർപോർട്ടിൽ എത്തിയതിന് ശേഷം, അതായത് മിനിമം ഒരു 2-3 മണിക്കൂർ മുന്നെങ്കിലും നമ്മൾ എയർപോർട്ടിൽ എത്തുക. നിങ്ങൾ ആദ്യമായിട്ട് ഫ്ലൈറ്റിന് യാത്ര ചെയ്യുന്ന ആളുകൾ ആണെങ്കിൽ പോലും നിങ്ങളുടെ കൂടെയുള്ള ആളുകൾക്ക് പറയും 2 മണിക്കൂറല്ലേ, ഡൊമസ്റ്റിക് അല്ലേ, 1 മണിക്കൂർ മുന്നൊക്കെ എത്തിയാൽ മതി എന്ന് പറയും. ഡൊമസ്റ്റിക് ആണെങ്കിലും ഇൻ്റർനാഷണൽ ആണെങ്കിലും ക്യൂ നിൽക്കേണ്ട സ്ഥലങ്ങളിൽ ക്യൂ തന്നെ നിൽക്കണം. അപ്പോൾ നമ്മൾ എത്തുന്ന സമയത്ത് കുറച്ച് നേരം വൈകലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആകെ ഹറിബറിയാവും. ഓക്കെ, അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-2.5 മണിക്കൂർ മുന്നെങ്കിലും എയർപോർട്ടിലെത്തുക. കാരണം നമുക്ക് നമ്മൾ പോരുന്നതിനിടയിൽ നമ്മളെ വണ്ടിയുടെ പഞ്ചറായി, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾസ് ഹസിലായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സമയം നമ്മൾ കറക്റ്റ് ടൈമിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് നേരത്തെ ഇറങ്ങാം. ഓക്കെ, പിന്നെ എയർപോർട്ടിൽ എത്തിയതിന് ശേഷം അതിന് മുന്നേ തന്നെ നമ്മളെ കയ്യിൽ ആ PDF ഉണ്ടാവുമല്ലോ, ടിക്കറ്റിൻ്റെ PDF മതി. പിന്നെ നമ്മൾ ഒറിജിനൽ ID കാർഡ്, ഓക്കെ, നാഷണൽ ID കാർഡ് വേണം, ആധാർ കാർഡ് നമ്മളെ കയ്യിൽ വേണം. നേരെ അത് കാണിച്ചു കൊടുക്കുന്നു. എയർപോർട്ടിൽ എത്തിയതിന് ശേഷം നമ്മൾ നേരെ അകത്തേക്ക് കയറുന്നു. എയർപോർട്ടിൻ്റെ അകത്തേക്ക്, അതായത് ഫസ്റ്റ് എൻട്രി നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മുടെ ടിക്കറ്റും അതുപോലെ തന്നെ നമ്മൾ ID കാർഡും അവിടെ കൗണ്ടറിൽ കാണിച്ചു കൊടുക്കും. അവിടെ ഉള്ള പോലീസുമാർ ഇരിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ ഗേറ്റിലൂടെ നമ്മൾ കയറും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു സ്ഥലത്തേക്ക് എത്തും കേട്ടോ, ഇത്തരത്തിലുള്ള കൗണ്ടർ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഏത് ഫ്ലൈറ്റ് കമ്പനിയാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത് നോക്കുക. ഇൻഡിഗോ, അതുപോലെ തന്നെ എയർ ഇന്ത്യ എക്സ്പ്രസ്, ഇത്തിഹാദ്,
അങ്ങനെ കുറേ സാധനങ്ങളുണ്ടാവും. അപ്പോൾ ഡൊമസ്റ്റിക്കിൽ നമ്മൾ ഏതാണ് ബുക്ക് ചെയ്തത് ഫ്ലൈറ്റ് കമ്പനി നോക്കുക. എന്നിട്ട് ഇതേപോലത്തെ ഓരോ ഫ്ലൈറ്റ് കമ്പനികളുടെ ബോർഡുകളുണ്ടാവും. കണ്ടോ, ഇവിടെ അങ്ങനെ വരും ചെക്കിൻ. ഇപ്പോൾ ഉണ്ടാവും അവിടെ എയർ ഇന്ത്യ, ആകാശ് എയർ, അങ്ങനെയുള്ള സാധനങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു സാധനം ഉണ്ടാവും, അത് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ അവരുടെ കൗണ്ടറിൽ പോവുക. എന്നിട്ട് നമ്മളെ ഇവിടെ കൗണ്ടർ ഇപ്പോൾ ആരുമില്ല, ഈ ഇതേപോലത്തെ കൗണ്ടർ ഉണ്ടാവും. അവിടെ നമ്മൾ ലഗേജ് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുക. അവിടെ നമ്മൾ ചെക്കിൻ നമ്മുടെ ബോർഡിംഗ് പാസ് വാങ്ങുക. ഇനി അതല്ല നമുക്കിതൊക്കെ അറിയാമെങ്കിൽ നമ്മളെന്ത് ചെയ്യുക, ഇവിടെ കൗണ്ടർ കാണുന്നില്ല, ഓട്ടോമേറ്റഡ് ചെക്ക് ഇൻ കൗണ്ടേഴ്സ് ഉണ്ടാവും. അവിടെ പോയിട്ട് നമ്മളെ PNR അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ടിക്കറ്റ് ഉണ്ടാവും PNR നമ്പർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അതിൻ്റെ മെഷീനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ബോർഡിംഗ് പാസ് കിട്ടും. ലഗേജ് ഇവിടെ വെക്കുന്നു, നേരെ നേരെ അകത്തേക്ക് കയറുന്നു. പിന്നെ രണ്ടാമത് സെക്യൂരിറ്റി ചെക്ക് ഉണ്ട്. നമ്മളെ ദേഹത്തിൽ എന്തെങ്കിലും സാധനങ്ങളുണ്ടാവും, അതുപോലെ തന്നെ നമ്മളെ ഹാൻഡ് ബാഗ് സാധനങ്ങളൊക്കെ, അതും ചെക്ക് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ നേരെ ബോർഡിംഗ് പാസും കാര്യങ്ങളും കയ്യിൽ വെച്ചിട്ട് നമ്മൾ നേരെ ഉള്ളിലേക്ക് കയറും. പിന്നെയുള്ള ചെക്കിന് വരുന്നത് ഗേറ്റിലാണ്. അതായത് നമ്മൾ ഏത് ഗേറ്റാണോ അതിൽ നമ്മൾ എൻ്റെ കയ്യിലിപ്പോൾ ബോർഡിംഗ് പാസ് കിട്ടിയില്ല, അല്ലെങ്കിൽ കാണിച്ചു തരാൻ പറ്റുന്നു, അതിൽ ഗേറ്റ് നമ്പർ ഉണ്ടാവും. ആ ഗേറ്റ് എടുത്തിട്ട് എന്ത് ചെയ്യുക, ആ ഗേറ്റ് നമ്പർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ എയർപോർട്ടിൻ്റെ ഏത് ഗേറ്റാണെന്ന് കാണാൻ പറ്റും. അതായത് ഓരോ എയർ ഇന്ത്യ, ഇൻഡിഗോ, അങ്ങനത്തെ ഓരോ സാധനങ്ങളുണ്ടാവും. അതിൽ ഏതാണോ ഗേറ്റ് എന്നുണ്ടാവും. ആ PNR നമ്പർ നമ്മുടെ ബോർഡിംഗ് പാസിൽ തന്നെ നമ്മുടെ ടിക്കറ്റിൻ്റെ നമ്പറും ഉണ്ടാവും, PNR ഉണ്ടാവും, ഈ ഗേറ്റ് ഉണ്ടാവും, അതേപോലെ തന്നെ നമ്മുടെ സീറ്റ് നമ്പറും ഉണ്ടാവും, ഫ്ലൈറ്റ് നമ്പറും ഉണ്ടാവും. നേരെ അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ കൗണ്ടറുകൾ ഉണ്ടാവും, ഓരോ സ്ഥലങ്ങളിലുണ്ടാവും കൗണ്ടർ. ഡിപ്പാർച്ചർ, ഫ്ലൈറ്റിൻ്റെ ടൈം, അത് ഇതൊക്കെ അതിൽ കാണാൻ പറ്റും. അതിൽ നോക്കുക. നമ്മൾ നേരെ എന്ത് ചെയ്യാം, നമ്മൾ ഫ്ലൈറ്റ് വരുന്ന സമയത്ത് മിനിമം, അത് നമ്മൾ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലൈറ്റ് മിസ്സാവാതിരിക്കാനുള്ള ചാൻസ് ഒന്നുമില്ല, അപ്പോഴും ചാൻസ് ഉണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ബോർഡിംഗ് പാസ് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ കയറ്റിയിട്ടേ കൊണ്ടുപോകുള്ളൂ. പക്ഷേ ഇത് അങ്ങനെയല്ല, നമ്മളെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ചൊരു വെയിറ്റ് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫ്ലൈറ്റ് എടുത്ത് പോകും. അങ്ങനെ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ ഗേറ്റിൻ്റെ അവിടെ എത്തുക. എന്നിട്ട് നമ്മൾ സെക്യൂരിറ്റി ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഭദ്രമായിട്ട് നമ്മളെ ഫ്ലൈറ്റിൽ കയറുക. ചിലപ്പോൾ ഫ്ലൈറ്റ് കയറിയതിന് മുന്നേ ചെക്കിങ്ങുണ്ടാവും, നമ്മൾ ID കാർഡും സാധനങ്ങളും നോക്കിയിട്ട്. അത് നോർമൽ കേസിൽ അങ്ങനെ എല്ലാവരും നോക്കലൊന്നുമില്ല, സ്പീഡായിട്ട് വിടലാണ്. ഇൻ കേസ് അത് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടിക്കറ്റും അതേപോലെ തന്നെ നമ്മളെ ബോർഡിംഗ് പാസും നമ്മൾ ID കാർഡ് നമ്മുടെ കയ്യിലുണ്ടാവണം. നേരെ ഫ്ലൈറ്റിൽ കയറാം, പോവാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇത്. പിന്നെ നമ്മളെ കഴിഞ്ഞ വീഡിയോസ്, നമ്മൾ യാത്രയുമായി ബന്ധപ്പെട്ട വീഡിയോസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതൊക്കെ അതിൻ്റെ വിഷ്വൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാനും ഒരുപാട് സ്ഥലങ്ങൾ കാണാനൊക്കെ ഭാഗ്യം ഉണ്ടാവട്ടെ. അപ്പോൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യും, ലൈക്കും ചെയ്യും. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.